ഇത് നമ്മൾ റഫറി കൂടി കളിക്കുന്ന ഒരു കളിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം ഇന്ന് സാബു എം ജേക്കബ് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ പരാതി ആദ്യമായി ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്റർക്കാണ് നൽകിയത്, അവർ ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ്. അതായത് ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററുടെ മുമ്പിൽ സാബു എം ജേക്കബിൻ്റെ പരാതിയുണ്ട്. എന്താണ്? ഈ ചാനൽ നടത്തുന്ന സോ ആളുകൾക്ക് ലൈസൻസ് ഇല്ല, അവരുടെ ഇൻകം ദുരൂഹമാണ്, ഇതൊക്കെ ആയിരിക്കുമല്ലോ പറയാനുണ്ടാവുക. അപ്പോൾ ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്റർക്ക് അറിയില്ലേ അവർക്ക് ലൈസൻസ് ഇല്ലാതെ കാര്യം? അവർക്കറിയാം. അറിയാമെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, 2021-ലോ 2022-ലോ ബ്രോഡ്കാസ്റ്റ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു കേന്ദ്ര സർക്കാർ. അതിൽ ആ ഭേദഗതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാളുടെ പേര് ലൈസൻസ് കിട്ടി, നമ്മൾ ഈ ചാനൽ വിൽക്കണമെങ്കിൽ എന്ത് വേണം? ലൈസൻസ് കൈവശമുള്ള ആൾ കൂടി അതിൽ ഡയറക്ടർ ആയിരിക്കണം, അല്ലാതെ ഈ ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആ ചട്ടം വന്നതിന് ശേഷം ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ച് തുടങ്ങാനും കഴിയാതെ പോയ ചാനലുകൾ മലയാളത്തിലുണ്ട്. പ്രഖ്യാപിച്ചതിന് ശേഷം തുടങ്ങാൻ കഴിയാതെ പൂട്ടിക്കെട്ടിപ്പോയി. കാരണം ഈ ഒരു ചട്ടമാണ് പ്രശ്നം. വേറൊരാളുടെ ലൈസൻസ് വാങ്ങാൻ കഴിയില്ല. ലൈസൻസ് വാങ്ങിയാൽ അയാളെ കൂടി ഈ ഡയറക്ടർ ബോർഡിൽ ഉൾപ്പെടുത്തണം. അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ടേക്ക് ഓവർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി ഏറ്റെടുക്കുന്നത്. ഈ ചട്ടം വന്നതിന് ശേഷമാണ്. അപ്പോൾ പലരും സംശയിച്ചത് അങ്ങനെ സാധ്യമാകും, നമ്മൾ തന്നെ സംശയിച്ചത് അങ്ങനെയാണ് സാധ്യമാവുക. അപ്പോഴാണ് മറ്റൊരു BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ റിപ്പോർട്ടർ ചാനലിനെതിരെ സമാനമായ ആരോപണം, ഇപ്പോൾ സാബു ഉന്നയിക്കുന്ന അതേ ആരോപണം ഉന്നയിച്ച് വാർത്താ സമ്മേളനം നടത്തി. ഇതിന് രൂക്ഷമായിരുന്നു ആക്ഷേപങ്ങൾ. അതിലവർ ഈ ലൈസൻസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ഹോട്ടൽ ഏറ്റെടുത്ത ഇടപാടുകൾ, ആ കമ്പനി ഉടമകൾ നടത്തിയിട്ടുള്ള മറ്റ് ഇടപാടുകളിൽ കൂടി സംശയധ്വനി ഉയർത്തുന്ന വിധം. അതുമാത്രമല്ല, ഇതേ കമ്പനിയുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിയുടെ ഡയറക്ടർമാർ ഉൾപ്പെടുന്ന മറ്റ് കമ്പനികളുടെ ഷെൽ സ്വഭാവം, അത് ഷെൽ കമ്പനികളാണ്, പേപ്പർ കമ്പനികളാണ്, അതിന് പിന്നിൽ മണി ലോണ്ടറിങ് ആണെന്ന് വരെ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. അതിനെതിരെ ഞാൻ ഏതറ്റം വരെയും ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രനെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശോഭാ സുരേന്ദ്രൻ ഞാൻ അതിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച് പിന്നെ ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല. എന്ത് സംഭവിച്ചെന്ന് ശോഭ തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന ചട്ട ഭേദഗതി വന്നതിന് ശേഷം നടന്ന ടേക്ക് ഓവറാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ. എങ്കിൽ ഈ വർഷങ്ങളിൽ, ഈ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റാണ്. ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയാണ് പറയേണ്ടത് എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാതെ ഒരു ചാനൽ പ്രവർത്തിച്ചു എന്നുള്ളത്. ഇനി ഈ ചാനൽ കമ്പനിയുടെ പ്രൊമോട്ടർമാർക്കെതിരെ കേസുകളുള്ള കാര്യം നേരത്തെ ശ്രീകേഷ് പറഞ്ഞു. മരമുറി കേസുണ്ട്, നേരത്തെ മാംഗോ ഫോൺ തട്ടിപ്പ് കേസുണ്ട്, പിന്നെ മെസ്സിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച പരിപാടിയുണ്ട്. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ മരമുറി കേസ് തന്നെ എടുക്കുക. മരമുറി കേസിൽ അവരെ അറസ്റ്റ് ചെയ്തത് LDF സർക്കാരാണ്. അവർ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം അതേ LDF സർക്കാരിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, വാർത്തകൾ, പ്രസ്താവനകൾ, ഇതെല്ലാം ആ ചാനലിൻ്റെ വാർത്താ കണ്ടന്റിൽ നിന്നുണ്ടാവുന്നു, ആ ചാനലിൻ്റെ ന്യൂസ് അനാലിസിസിൽ ഉണ്ടാവുന്നു. ആ ചാനലിൻ്റെ പ്രൊമോട്ടർമാർ പരസ്യമായി സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വരുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുക? അപ്പോൾ എന്നെ ഒരു സർക്കാർ ഒരു കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു, അത് കള്ളക്കേസാണെന്നാണല്ലോ എൻ്റെ വാദം. നമുക്ക് ആ സർക്കാരിനോട് മമത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമല്ലേ? ബാക്കിയുള്ള കേസുകളിൽ കുറ്റപത്രം കൊടുക്കാൻ വൈകിയത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഇത്ര കുപ്രസിദ്ധരായ ഒരു പ്രൊമോട്ടർമാരെ മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു ഈവൻറ്റിന് ചുമതലയേൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്? അതിന് മറുപടി വേണ്ടേ? അപ്പോൾ ഉത്തരം കിട്ടാത്ത കുറേ അധികം ഡോട്ടുകളുണ്ട്. നമ്മളത് പൂരിപ്പിച്ച് നോക്കുമ്പോൾ നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാബു ചോദിക്കുന്ന വളരെ നിർണായകമായ ഒരു കാര്യമാണ്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ. ഈ പണം മൊത്തം എവിടെ നിന്നാണ്? മെസ്സിയെ കൊണ്ടുവരാൻ 100 കണക്കിന് കോടി രൂപ എടുത്ത് ഉടൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഈ പണം, 2 ചാനൽ തുടങ്ങേണ്ട പൈസ മെസ്സിയെ കൊണ്ടുവരാൻ 100 കോടി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 100 കോടി എന്നാ പിടിച്ചോ 100 കോടി എന്ന് പറയാൻ കഴിയുന്ന എത്ര സമ്പന്നർ കേരളത്തിലുണ്ട്? ഒരു മെസ്സിയെ കൊണ്ടുവരണം എന്നാ പിടിച്ചോ 100 കോടി എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന എത്ര സമ്പന്നർ കേരളത്തിലുണ്ട്? MA യൂസുഫലിക്ക് പറ്റുമോ? തോന്നുന്നില്ല. 100 കോടി MA യൂസുഫലി, 100 കോടിയൊക്കെ MA യൂസുഫലിക്ക് വലിയ സംഖ്യയാണ്. അദ്ദേഹം സഹസ്ര കോടീശ്വരനായിരിക്കാം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം 100 കോടി എന്ന് പറഞ്ഞ് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പാകത്തിന് ഇതാ പണം ഞാൻ ഇപ്പം തന്നെ ബാങ്കിലൂടെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് MA യൂസുഫലിക്ക് പറ്റില്ല, രവി പിള്ളയ്ക്ക് പറ്റില്ല. എങ്കിൽ വയനാട്ടിൽ നിന്ന് മരം മുറിച്ച് കടത്തിയ നിസാര കോടികളുടെ മരമല്ലേ, അങ്ങനെ കടത്തി വെട്ടിവിൽക്കേണ്ടി വരുന്ന ഒരു ടീം എങ്ങനെയാണ് 100 കോടി ട്രാൻസ്ഫർ ചെയ്യുക? അപ്പോൾ അതിൻ്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? മരമുറി കേസിൽ ED കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് വാർത്ത നമ്മൾ കൊടുത്താണ് അല്ലേ, എല്ലാ ചാനലും കൊടുത്താണ്. ആ ED കേസ് അന്വേഷണം എന്തായി? എന്തുകൊണ്ടാണ് ED അത് അന്വേഷിക്കാത്തത്?
ED ഏത് കേസാണ് അന്വേഷിക്കാതെ പിന്മാറുന്നത്? നമുക്കറിയാം, കൊടകര കുഴൽപ്പണ കേസ്, അങ്ങനെയുള്ള കേസുകളാണ്. അത് ആരുമായി ബന്ധപ്പെട്ട കേസാണ്? BJP-യുമായി ബന്ധപ്പെട്ടാണ്. എങ്കിൽ ഈ ആൻഡോ അഗസ്റ്റിന് BJP-യുമായിട്ട് ബന്ധമുണ്ടോ? ആൻഡോ അഗസ്റ്റിൻ ഈ ചെലവാക്കുന്ന പണം 100 കോടി കൊടുത്തു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. 100 കോടി അർജൻറ്റീനയിലേക്ക് അയച്ചു. എങ്കിൽ ആ 100 കോടിയുടെ സോഴ്സ് എന്താണ്? അത് ആൻഡോയുടെ തന്നെ പണമാണോ? അതല്ല, ആ പണത്തിൻ്റെ യഥാർത്ഥ സ്രോതസ്സ് EDക്ക് ട്രേസ് ചെയ്യാൻ കഴിയാത്ത സ്രോതസ്സാണോ? ED ഭയക്കുന്ന സ്രോതസ്സാണോ? എങ്കിൽ അത് കുറേ കൂടി എന്താണ്, ഒരു ഗൂഗ്ലിയായി മാറുകയാണ്. ഒരു വശത്ത് തങ്ങളെ അറസ്റ്റ് ചെയ്ത LDF സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രൊമോട്ടർമാർ, അതേ പ്രൊമോട്ടർമാരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ ഭയക്കുന്ന ED, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ ഒരു ഘട്ടത്തിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ച് വളരെ പെട്ടെന്ന് പിന്മാറി നിശബ്ദരാകുന്നു. സാബു MJക്ക് എത്ര നാൾ ഈ പോരാട്ടം തുടരും? അല്ല, പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നതാണല്ലോ. എന്നിട്ട് അവിടെ അപ്പോൾ BJP-യുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നേതാക്കൾ പോലും ഭയക്കുന്ന ഒരാളാണ് ആൻഡോ അഗസ്റ്റിനെങ്കിൽ ആൻഡോ അഗസ്റ്റിൻ്റെ പിന്നിലുള്ള ആ ശക്തി ആരാണ്? അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ആ പണത്തിൻ്റെ സ്രോതസ്സ് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ആ പണം കേരളത്തിലേക്ക് ഒഴുകുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഇത് ഒരു സമസ്യയാണ്. കുറേ അധികം ഡോട്ടുകളുണ്ട്. ആ മിസ്സിംഗ് ഡോട്ടുകൾ നമ്മൾ പൂരിപ്പിക്കണം. അതിന് ഉത്തരം കിട്ടും. ഇപ്പോഴൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ കിട്ടിയേക്കും. ഇതൊക്കെ പൊളിയുന്നൊരു സമയം വരും, അന്ന് കിട്ടിയേക്കും.